ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 5ാമത്തെ യൂണിറ്റായ എംബ്രഹൻസിങ് എമ്പതി എന്ന് പറയുന്ന യൂണിറ്റിലെ യെല്ലോ അംബ്രല എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മലയാളം മീനിങ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. ദ ഡോർവേ അല്ലേ, ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ബിലോ, താഴെയുള്ള പിക്ചർ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഈ പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ലേഡി കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് അല്ലേ. വാട്ട് ഈസ് ദ വുമൺ ഡൂയിങ്? ദ വുമൺ ഗിവിങ് ഗിഫ്റ്റ് മെനി ചിൽഡ്രൻസ് അല്ലേ. ഒരുപാട് കുട്ടികൾക്ക് ആ വുമൺ എന്താ ചെയ്യുന്നത്? സമ്മാനങ്ങൾ കൊടുക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ സമ്മാനങ്ങളുടെ ഒരു ചാപ്റ്ററാണ് അല്ലേ, സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഹാവ് യു എവർ റിസീവ് എ ഗിഫ്റ്റ്? നിങ്ങൾക്ക് എവിടെന്നെങ്കിലും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഡിഡ് ഇറ്റ് റിമൈൻഡ് യു ഓഫ് സ്പെഷ്യൽ ഇവൻറ്റ് ഇൻ യുവർ ലൈഫ് ഓർ ഓഫ് സമ്മൺ യു ലവ്? അത് നിങ്ങളെ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇവൻറ്റ്, ചില സമയങ്ങളോ, യുവർ ലൈഫ് ഓർ ഓഫ് സമ്മൺ യു ലവ്, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെയോ എപ്പോഴെങ്കിലും ഓർമ്മപ്പെടുത്താറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റസ് റീഡ്, നമുക്ക് വായിക്കാം. ദ യെല്ലോ അംബർല. ദ യെല്ലോ അംബർല എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ കുട അല്ലേ. വി ഓൾ ഹാവ് മെമ്മറീസ് അല്ലേ, നമുക്ക് എല്ലാവർക്കും മെമ്മറീസ്, ഓർമ്മകളുണ്ട്. സം ഓഫ് ദം ആർ പ്ലസൻറ്റ്, ചിലത് പ്ലസൻറ്റ് സന്തോഷമായിട്ടുള്ളതാണ്. സം ഓഫ് ദം ആർ പെയിൻഫുൾ, ചിലതെന്താണ്? വേദനാജനകമാണ് അല്ലേ, വേദനയുള്ളതാണ്. വി സം ടൈംസ് കം അപ്പോൺ ബാഡ് ടൈം, ചില സമയത്ത് നമുക്ക് എന്താണ്? ബാഡ് ടൈം അല്ലേ, ചീത്ത സമയങ്ങൾ കടന്നു വരും. മെമ്മറീസ് ഓഫ്റ്റൺ മേക്ക് ദം മോർ പെയിൻഫുൾ, ഓർമ്മകൾ എന്താണ്? ഓർമ്മകൾ അവരെ വേദനാജനകമാക്കാറുണ്ട് അല്ലേ. ഒക്കേഷൻലി എ മെമ്മറി അവേക്കൻസ് ഇൻ അസ് ദ ഡിസൈർ ടു പോസസ് സംതിങ്, ഇടയ്ക്കിടെ ഓർമ്മകൾ നമ്മളിൽ എന്തെങ്കിലും സ്വന്തമാക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണർത്താറുണ്ട്. ദ ഡിസൈർ ഓഫ്റ്റൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇൻട്രിസ്റ്റിക് വാല്യൂ ഓർ പ്രൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. അങ്ങനെയുള്ള ആ ആഗ്രഹത്തിന് പലപ്പോഴും ആ ഒരു വസ്തുവിൻ്റെ എന്താണ്, ഒരു മൂല്യം, ആ വില, അന്തർലീനമായിട്ടുള്ള ആ മൂല്യമായിട്ടോ വിലയുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ബിക്കംസ് വാല്യുബിൾ ടു അസ് ത്രൂ ഇറ്റ് ഈസ് അസോസിയേഷൻസ് വിത്ത് അവർ മെമ്മറി, നമ്മുടെ ഓർമ്മയുമായുള്ള ബന്ധത്തിലൂടെ അത് നമുക്ക് വിലപ്പെട്ടതാവുകയാണ് ചെയ്യുന്നത്. അടുത്ത പാരഗ്രാഫ്. എ യെല്ലോ അംബ്രല മേ ലുക്ക് എ വെരി ട്രിവിയൽ ഒബ്ജക്റ്റ് ടു യു. ഒരു മഞ്ഞ കുട എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നിസാരമായ ഒരു വസ്തുവായിട്ട് തോന്നിയേക്കാം. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ദാറ്റ് യു ബാഡ്ലി വിഷ് ടു ഓൺ. നിങ്ങൾ മോശമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വസ്തുവല്ല അത്, നിങ്ങൾ സ്വന്തമാക്കാൻ മോശമായിട്ട് തോന്നുന്ന ഒരു വസ്തുവല്ല അത്. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ പെർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു. അതിന് കാരണം എന്താണ്? അതിന് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു ആകർഷണവും ഇല്ലെന്നതാണ് അതിനുള്ള കാരണം. യുവർ പാരൻസ് ഹാവ് ബ്രോട്ട് യു സെവറൽ അംബ്രലാസ് സിൻസ് യുവർ ഫസ്റ്റ് ഇയർ അറ്റ് സ്കൂൾ, സം ഓഫ് ദം ക്വൈറ്റ് കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾക്ക് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള കുടകൾ, അംബ്രലാസ് നിങ്ങളെ ഫസ്റ്റ് വർഷം സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ളതും അട്രാക്റ്റീവ് ആയിട്ടുള്ള അംബ്രലാസൊക്കെ നിങ്ങൾക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരിക്കും. ദർ ഹാസ് ബീൻ നത്തിങ് സ്പെഷ്യൽ എബൌട്ട് എ യെല്ലോ അംബ്രല ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മഞ്ഞക്കുട എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളതല്ല. ബട്ട് ഫോർ ജോസഫ്, എ യങ് ബോയ് ഫ്രം പാൽമാസ് ഇൻ ബ്രസീൽ, എ യെല്ലോ അംബ്രല വാസ് സംതിങ് സ്പെഷ്യൽ. പക്ഷേ ജോസഫ് എന്ന് പറയുന്ന യങ് ബോയ്ക്ക്, പാലം ബ്രസീലിലുള്ള ആ ഒരു ബോയ്ക്ക് യെല്ലോ അംബ്രല സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. വി ലേൺ എബൌട്ട് ജോസഫ് ഫ്രം 2 ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സ്, ഹെലന ഹൈലേറിയ ആൻഡ് മാരിയോ പെക്ക. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ഹിലാരിയോ ഗെറ്റിംഗ് എ ഫോൺ കോൾ ഫ്രം ഹെർ സിസ്റ്റർ. ഈ ജോസഫിൻ്റെ കഥ നമ്മൾ പഠിക്കുന്നത് 2 ബ്രസീലിയൻ ചലച്ചിത്ര അതായത് സിനിമ നിർമ്മാതാക്കളായ ഹെലീന ഹിലാരിയോയും മരിയോ പെസ് എന്നിവരിൽ നിന്നാണ് ജോസഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഹിലാരിയോക്ക് അവളുടെ സഹോദരനിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിക്കുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. ഹെർ സിസ്റ്റർ ഹാഡ് ബീൻ ഓൺ എ വിസിറ്റ് ടു ആൻ ഓർഫനേജ് ഇൻ പാമാസ് വിത്ത് ക്രിസ്മസ് ഗിഫ്റ്റ് ഫോർ ദ ചിൽഡ്രൻ.
അവളുടെ സഹോദരി ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ട് പാമാസിലുള്ള ഒരു ഓർഫണേജിലേക്ക് പോവുകയാണ്. ദ ചിൽഡ്രൻ അറ്റ് ദ ഓർഫണേജ് were ഡിലൈറ്റഡ് അറ്റ് സീയിങ്. ആ ഓർഫണേജിലുള്ള കുട്ടികളെ ഈ ഗിഫ്റ്റ് കണ്ടപ്പോൾ ഏറെ സന്തോഷത്തിലാണ്. ദ ടോയ്സ് ദേ were given. ആ ടോയ്സ് അല്ലെ കളിപ്പാട്ടങ്ങൾ അവർക്ക് കൊടുത്തപ്പോൾ. ബട്ട് ഷീ നോട്ടീസ്ഡ് എ ബോയ് വിത്ത് എ മോൺഫുൾ ഫേസ് ഹു ഷോഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ദ ടോയ്സ്. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് ഒരു കുട്ടിക്ക് ഈ ടോയ്സ് ഒന്നും കിട്ടിയിട്ടും ദുഃഖം നിറഞ്ഞ ഫേസോട് കൂടി മുഖത്തോടു കൂടി ഈ ടോയ്സിലൊന്നും ഒരു താല്പര്യവും കാണിക്കാതെ ഒരു കുട്ടി നിൽക്കുന്നത് അവൾ കണ്ടു. ഷീ വെൻറ്റ് അപ്പ് ടു ഹിം ആൻഡ് ആസ്ക്ഡ് വാട്ട് ഹീ വുഡ് ലൈക്ക് ടു ഹാവ് ആസ് എ ഗിഫ്റ്റ്. അങ്ങനെ അവൾ എന്ത് ചെയ്തു, അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് ഗിഫ്റ്റായിട്ട് വേണ്ടത്, നിനക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. എ യെല്ലോ അംബ്രല്ല ഹീ സെഡ്. അല്ലെ, ഒരു മഞ്ഞ കുടയാണ് എനിക്ക് വേണ്ടത് എന്ന് അവൻ പറഞ്ഞു. His face chill downcast. Hilario's sister was puzzled, but soon she had the whole story from him. അപ്പോഴും അവൻ്റെ മുഖം അവനെ താഴ്ത്തി. ഹിലാരിയോയുടെ സഹോദരി ആശയക്കുഴപ്പത്തിലായി. ഇനി എന്താണ് ചെയ്യുക? എന്നാൽ അധികം വൈകാതെ തന്നെ താമസിയാതെ അവൾക്ക് അവൻ്റെ മുഴുവൻ കഥയും അവനിൽ നിന്ന് ലഭിച്ചു. ഇറ്റ് വാസ് നോട്ട് വെരി ലോങ് എഗോ. ഇത് കുറേ കാലം മുന്നേ നടന്നതല്ല. ദ ബോയ് വാസ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജീസ് ഹു ഹാഡ് അറൈവ്ഡ് ഇൻ ദ കൺട്രി ഇൻ ആൻ ഓപ്പൺ ബോട്ട്. ഒരു തുറന്ന ബോട്ടിൽ രാജ്യത്ത് എത്തിയ അഭയാർത്ഥി സംഘത്തിൽ ഈ കുട്ടിയും ഉണ്ടായിരുന്നു. There were many like him all over the world, running away for fear from their countries or through ഔട്ട് ആസ് അൺവാണ്ടഡ് പീപ്പിൾ. അവനെപ്പോലെ ഒരുപാട് പേരും പല ലോകത്ത് നിന്ന് ഓടി വന്നിരുന്നു. അവർ രാജ്യത്തിൽ നിന്നും ഇറക്കി വിട്ടതോ അല്ലെങ്കിൽ പേടിച്ച് ഓടി വന്നതോ ആയിട്ടുള്ള ഒരുപാട് ജനങ്ങൾ അവനെ പോലെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ റെയിനി ഡേ. ഒരു മഴയുള്ള ദിവസമായിരുന്നു അത്. ഹിസ് ഫാദർ ഓപ്പൺ എ ബിഗ് യെല്ലോ അംബ്രല്ല. അവൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, ഒരു വലിയ മഞ്ഞ കുട തുറന്നു. ദാറ്റ് പ്രൊട്ടക്റ്റ് ദം ഫ്രം ദ റെയിൻ ആസ് ദേ വാക്ക്ഡ്. മഴയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി, മഴ ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുട തുറന്നിട്ട് നടന്നു. ദേ വർ ഗോയിങ് ടു ആൻ ഓർഫണേജ്. അത് എങ്ങോട്ടായിരുന്നു ആ യാത്ര? ഒരു ഓർഫണേജിലേക്ക്, ഒരു അനാഥാലയത്തിലേക്കുള്ളൊരു യാത്രയായിരുന്നു അത്. ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദ ഓർഫണേജ്. അങ്ങനെ അവൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, ഓർഫണേജിലെത്തി, അനാഥാലയത്തിലെത്തി. That was the only way out for him. He had been out of work for a long time. The only hope of survival for his son was to grow up in the orphanage. അവൻ്റെ അച്ഛനെ അവനെ അനാഥാലയത്തിൽ വിട്ടു. അതായിരുന്നു അവനുള്ള ഒരു ഏക വഴി. ഏറെ നാളായിട്ട് ജോലിക്ക് അവൻ്റെ അച്ഛൻ പുറത്തായിരുന്നു. അനാഥാലയത്തിൽ വളരുക എന്നത് മാത്രമായിരുന്നു മകൻ്റെ ഇനിയുള്ള ഒരു അതിജീവനത്തിൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് അച്ഛൻ അവനെ അനാഥാലയത്തിൽ ആക്കിയത്. ദ ബോയ് വാച്ച്ഡ് ആസ് ഹിസ് ഫാദർ വാക്ക്ഡ് എവേ, റെയിൻഡ്രോപ്സ് ബൗഞ്ചിങ് ഓഫ് ദ യെല്ലോ അംബ്രല്ല. അങ്ങനെ ആ കുട്ടി അവൻ്റെ അച്ഛനെ ആ മഞ്ഞക്കുടയിൽ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നതും നോക്കി, അച്ഛൻ ഇങ്ങനെ നടന്നു പോകുന്നതും നോക്കി അങ്ങനെ നിന്നു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഹീ സോ ഹിസ് ഫാദർ. അതായിരുന്നു അച്ഛനെ അവസാനമായിട്ട് കണ്ട ആ ഒരു ദിവസം. ദ യെല്ലോ അംബ്രല്ല ഹാഡ് ബിക്കം എച്ച്ഡ് ഇൻ ഹിസ് മെമ്മറി. ഇറ്റ് വാസ് ആസ് ഇഫ് ദ യെല്ലോ അംബ്രല്ല വുഡ് യുണൈറ്റ് ഹിം വിത്ത് ഹിസ് ഫാമിലി സം ഡേ. അതുകൊണ്ട് തന്നെ ആ ഒരു മഞ്ഞക്കുട അവൻ്റെ ഓർമ്മയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ഞക്കുട എന്നെങ്കിലും അവൻ്റെ കുടുംബത്തോടൊപ്പം ഒന്നിപ്പിക്കും എന്ന് അവന് മനസ്സിൽ വിചാരിച്ചു. അതുപോലെ അത്രമാത്രം ആ മഞ്ഞക്കുട അവൻ്റെ ഓർമ്മയിൽ പതിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഹിലാരിയോ വാസ് ഇംപ്രസ്ഡ് ബൈ ദ ബോയ് സ്റ്റോറി. ഈ ഒരു സ്റ്റോറിയിൽ ഹിലാരിയോ ഭയങ്കര ഇംപ്രസ്ഡായി ഈ കഥ കേട്ടിട്ട്. ഷീ തോട്ട്, അവൾ ചിന്തിച്ചു, ഓഫ് ടേണിംഗ് ദ ബോയ്സ് പെയിൻഫുൾ മെമ്മറി ഇൻ ടു എ വർക്ക് ഓഫ് ആർട്ട്. ഈ വേദനാജനകമായിട്ടുള്ള ഈ ആൺകുട്ടിയുടെ ഈ ഒരു സ്റ്റോറി ഒരു ആർട്ടാക്കിയാലോ, എ റെക്കോർഡ് ഓഫ് എംപതി ആൻഡ് ഹോപ്പ്.
അല്ലേ? ആ ഒരു ബാലൻ്റെ കഥ ഹിലാരിയോയെ ഏറെ ആകർഷിച്ചത് കൊണ്ട് തന്നെ ഈ ആൺകുട്ടിയുടെ ഈ വേദനാജനകമായ ഓർമ്മയെ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റിയാലോ, അതൊരു സഹാനുഭൂതിയുടെയും പ്രതീക്ഷയുടെയും റെക്കോർഡാക്കി മാറ്റാൻ അവൾ അത് ചിന്തിച്ചു. It took 10 years for Hilario and her associate Mario Pecca to produce the animated film Umbrella, which was the first film they made as duo. എന്താണ് ഈ ഹിലാരിയോയും അവളുടെ അസോസിയേഷൻ മേരിയോ പെക്കായും കൂടി ഈ ഒരു അംബർല എന്ന് പറയുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ 10 വർഷം എടുത്തു. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2019. അത് റിലീസ് ചെയ്തത് 2019. ഇറ്റ് റിസീവ് ആൻ ഓസ്കാർ നോമിനേഷൻ ആൻഡ് വെൻറ്റ് ഓൺ ടു വിൻ റെക്കഗ്നേഷൻ അറ്റ് സെവറൽ ഫിലിം ഫെസ്റ്റിവൽസ്. എന്താണ് 2019 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമയ്ക്ക് ഇതിന് ഓസ്കാർ നോമിനേഷൻ ലഭിക്കുകയും നിരവധി ചലച്ചിത്രമേളകളിൽ അംഗീകാരം നേടുകയും ചെയ്തു. അംബർല ഈസ് എ ഫിലിം ദാറ്റ് ക്യാൻ ബോത്ത് എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൻ ഗ്രോൺ-അപ്സ് ആൻഡ് ചിൽഡ്രൻസ് എലൈക്ക്. മുതിർന്നവരെയും കുട്ടികളെയുമൊക്കെ ഏറെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും പ്രബുദ്ധരാക്കാനും പറ്റിയ ഒരു സിനിമയാണ് ഈ കുട എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ്. ഇത് പ്രണയത്തിൻ്റെയും പ്രതീക്ഷയുടെയും കഥയാണ്. ഇറ്റ് വിൽ കീപ് അവർ ഫെയ്ത്ത് ഇൻ എ വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അത് മനുഷ്യധാരണയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും മൂല്യത്തിൽ നമ്മുടെ വിശ്വാസം നിലനിർത്തും. എന്താണ് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ രസിപ്പിക്കാനും പ്രബുദ്ധരാക്കാനും കഴിയുന്ന ചിത്രമാണ് കുട. അതുപോലെ തന്നെ പ്രണയത്തിൻ്റെയും പ്രതീക്ഷയുടെയും കഥയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് മനുഷ്യധാരണയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും മൂല്യത്തിൽ നമ്മുടെ വിശ്വാസം നിലനിൽക്കും. ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷന്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. മലയാളം മീനിങ് അറിഞ്ഞാൽ തന്നെ നമുക്ക് കഥയുടെ എല്ലാ ഭാഗങ്ങളും ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.